ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് തിരക്കുടിച്ച ദിവസമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഫോണൊക്കെ സെറ്റ് ചെയ്തിട്ട് വ്ളോഗ് എടുക്കാമെന്ന് കരുതി. എങ്ങനെയുണ്ട് എൻ്റെ മൈൻഡ്? ഈ സമയമില്ലാത്ത സമയത്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് ഒരു രസമല്ലേ? അപ്പം രാവിലെ ദോശ ഉണ്ടോ നമുക്ക് കടി, അതിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല കാലത്തിന് ദോശയ്ക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം സമയമില്ലാത്ത സമയത്ത് ഓരോരുത്തർക്ക് ഇവിടെ ചൂടുള്ള ദോശയ്ക്ക് വേണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. 2 മതി എന്ന് പറഞ്ഞിട്ട് 3 കൊടുത്തതിൻ്റെ എക്സ്പ്രഷൻ ചേഞ്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർ എണീറ്റ് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം പല്ല് തേക്കണുള്ളൂ ഗൈസ്. ബാക്കിലൂടെ പോയത് ഉപ്പയാണ്. അങ്ങനെ ഇതേ ഹൈസും ഇപ്പം 2 പേര് എനിക്ക് അങ്ങോട്ട് മാറും കേട്ടോ. ഇസും ഹൈസും രണ്ടുപേരും ഭയങ്കര ഉറക്കമാണ്. വെളിച്ചം വന്നിട്ടൊന്നും ഓൽക്കൊരു യാതൊരു കുലുക്കമില്ല. എന്നാൽ പിന്നെ ഉറങ്ങട്ടെ എന്ന് കരുതി. ആ ചെറിയ ആൾക്ക് വലിയ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ മറ്റവനക്ക് LKG കാരനാണ്. ഓനെ എണീപ്പിക്കണം നമുക്ക്. അതിൻ്റെ ഇടയിൽ വീണ്ടും വന്ന് ദോശയൊക്കെ പാരുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചക്കുള്ള ഫുഡും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. കൈപ്പക്കുപ്പേര് ഇത് ഏകദേശമായിട്ടുണ്ട്. പിന്നെ ചോറ് അരി ഇടണേ ഉള്ളൂ. നമ്മുടെ തീയൊക്കെ കത്തി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ. ഈ 10 മണിക്ക് ഇറങ്ങണം 10 മണിക്ക് ഇറങ്ങണം എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈയൊക്കെ, അതായത് മനസ്സെത്തിനോടത്ത് കയ്യും കാലം എത്തില്ല എന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. എന്തായാലും നമുക്ക് ചോറിന് കറി കുമ്പളങ്ങ മോരുകറിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ പച്ചമുളകും കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം നമ്മളിങ്ങനെ ഈ ഒരു സൈസൊക്കെ ആക്കി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ വേറെ രസം എന്താ വെച്ചാൽ ഈ കുക്കർ വിസിലടിക്കില്ല. ഇതിൻ്റെ വാഷർ ലൂസാണ്. അപ്പം എന്നാലും ഞാൻ വീണ്ടും വിസിലടിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പരീക്ഷണത്തിന് വെച്ചിട്ടുണ്ട് ഈ നേരമില്ലാത്ത നേരത്ത്. പിന്നെ കുട്ടികൾക്ക് ഉച്ചക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടില്ലേ കോഴിമുട്ടയാണ് കേട്ടോ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. പൊരിക്കല്ല കലക്കിക്കൊണ്ടിരിക്കുന്നത്. ഓർക്ക് പിന്നെ ഉള്ളി പച്ചമുളകൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനത്തെ എന്താ പറയുക ഇഷ്ടങ്ങളൊക്കെ നല്ലതാണല്ലേ ഈ ധൃതി പിടിച്ച സമയത്ത്. അല്ലെങ്കിൽ പിന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്യാൻ നിൽക്കട്ടെ നമ്മൾ. അങ്ങനെ അതൊക്കെ ഒഴിച്ചപ്പോഴേക്കും ഒരാൾ ഇവിടുന്ന് ചിരിക്കും കളിക്കണമൊക്കെ കേൾക്കാൻ കേട്ടോ. അപ്പം മെല്ലെ വന്ന് നോക്കിയപ്പോൾ ചാർജറൊക്കെ എടുത്തിട്ട് നല്ല കളിയാണ്. ഈ കളിയുടെ ഇടയിൽ ആ ചാർജറും കൊണ്ട് ആ ഉറങ്ങണ ചെറുക്കൻ്റെ തലേക്ക് ഒന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടാവും. ഒന്ന് പോയി നീട്ടിട്ട് മറ്റോനെ രാവിലെ തന്നെ ഇവരെ പെരും അടി നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വിളിച്ചപ്പോഴൊന്നും ആൾ വരുന്നില്ല കേട്ടോ. നല്ല കളിയാണ്. ഇന്ന് എന്തായാലും നല്ല മൂഡാണ്. ഇങ്ങനെ ഹാപ്പി ആയിട്ട് നീക്കണതിന് ഭയങ്കര സന്തോഷവും സമാധാനവുമാണ് മനസ്സിന്. അങ്ങനെ ഓൻ ഇത് എത്തിയാലും എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അടുക്കളയിലോട്ടുള്ള യാത്രയിലാണ് കേട്ടോ. പിന്നെ ഓൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്തു. അത് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ കുക്കറിലേക്കാണ് ചോറ് വെക്കൽ. ഇന്ന് നല്ല കുറച്ചായിട്ടിപ്പോൾ ഞാൻ അടുപ്പാണ് ഉപയോഗിക്കുന്നത്. കാരണം നല്ല ഉണങ്ങിയ വിറകൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്ത് മാറ്റി നമ്മൾ ഹൈസിനുള്ള കുളിക്കാനും കുടിക്കാനൊക്കെ ഉള്ള വെള്ളമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് പച്ചവെള്ളം പറ്റില്ല. അങ്ങനെ ഇതേ നമ്മളിവിടെ ഒന്ന് സെറ്റ് ചെയ്യാണ്. ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് വീതനയൊക്കെ തുടക്കാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മിനിറ്റിന് ഇത് തുടക്കാൻ നിൽക്കണം. അങ്ങനെ വിസിലടിക്കാത്ത കുക്കറിൽ നിന്നും വിസിലടിക്കുന്ന കുക്കറിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത് ചെറിയ കുക്കർ പുതിയതാണ് കേട്ടോ. അപ്പോൾ മറ്റേത് ഇനിയിപ്പോൾ നേരാക്കി എടുക്കണം. എന്തായാലും പിന്നെ ഇതിൽ വെക്കാം. ഇതെന്താ വെച്ചാൽ ഇത് ഇൻഡക്ഷൻ കുക്കറും വെക്കാൻ പറ്റില്ല, ഗ്യാസിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുക്കറൊക്കെ മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഞാൻ ഇന്നലെ ചിരവിയ തേങ്ങയാണ്, അത് ഇന്നലെ ഉപയോഗിച്ചില്ല. അപ്പോൾ ഞാനതെടുത്ത് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാനിട്ട് നമ്മൾ പരക്കണത് ചെറിയ ഉള്ളിയും കുരുമുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ എന്തിരുന്നു ചെറിയുള്ളി അതിനൊക്കെ തന്നെ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ അരച്ചു കേട്ടോ. അതിൻ്റെ ഇടയിലല്ലേ ചെറിയ ആൾക്കുള്ള ചായയൊക്കെ കൊടുക്കണത് അർഷാക്കുവാണ്ടെന്ന് തിരക്കായതുകൊണ്ടാണ്. പിന്നെ ഒരാൾ പല്ല് തേക്കാൻ നിൽക്കണേ ഉള്ളൂ, ഒരാൾ കളിക്കുകയാണ് കേട്ടോ. 2 പേർക്ക് സ്കൂളിൽ പോകണമെന്നുള്ള യാതൊരു ചിന്തയില്ല. പക്ഷെ ബാഗൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അർഷാക്കും ആയുസും അല്ലേ ഭയങ്കര കളിയാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഇറന്നു. എന്തായാലും നമ്മൾ കുക്കർ തുറക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ വന്നിട്ടുണ്ട്. ഒരൊറ്റ വിസിലിട്ട് ഞാൻ അടിച്ചിട്ടുള്ളൂ. കുമ്പളങ്ങയിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ തേങ്ങ അരച്ചൊഴിക്കണം. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ കുറച്ച് തൈര് അടിച്ച് ഒഴിക്കണം കേട്ടോ. റെസിപ്പി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര ധൃതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ അങ്ങനെ അവിടെ പോയി. പിന്നെ തൈര് ഒഴിക്കണ വീഡിയോ ഒക്കെ സ്കിപ്പായി പോയി. പിന്നെ ഇപ്പോൾ റെസിപ്പി കാണിച്ചിട്ട് കാര്യമല്ലോ എന്ന് കരുതി. എന്തായാലും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടിക്കാം. നമ്മുടെ കറിയുടെ ഫൈനൽ പരിപാടി വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില ഉണ്ടെങ്കിൽ ഉണക്കമുളക് അതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ കറി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരെല്ലാവരും കൂടെ പറഞ്ഞേക്കണം. വർഷാക്കുന് വർക്കുണ്ട്, കുട്ടികൾക്ക് സ്കൂളുണ്ട്, പിന്നെ ഞാനും ഹൈസുവാണ്. ഹൈസുവിനെ എവിടെയൊക്കെ ആക്കിയിട്ട് പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. ഹൈസുവിൻ്റെ ബാങ്കൊക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഓനാകെ കച്ചറ ഉണ്ടാക്കും. അങ്ങനെ സ്കൂളിൽ പോകാനുള്ളവരൊക്കെ റെഡിയാവാണ്. ഓരോരുത്തർ കുളിക്കണം മാറ്റണം മേക്കപ്പിലൊക്കെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഏകദേശമൊക്കെ സെറ്റായ സമയത്താണ് ഇന്ന് ബാങ്ക് പോകണില്ല എന്നുള്ളൊരു ആ ഒരു സന്തോഷ വാർത്ത എന്നും സങ്കട വാർത്ത എന്നൊക്കെ പറയാം. എന്തായാലും പണികളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു കാര്യം ഉണ്ടായില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.